എത്ര വർണ്ണശബളമാണ് ഈ ലോകമല്ലേ. ഈ വർണ്ണങ്ങളിലൂടെയാണ് നാം ഈ പ്രകൃതിയെ മനസ്സിലാക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ഇതെല്ലാം സാധ്യമാക്കുന്നത്. സൂര്യൻ വെള്ള വെളിച്ചമാണ് പുറപ്പെടുവിക്കുന്നത്. ഇതെങ്ങനെയാണ് പല പദാർത്ഥങ്ങൾക്ക് പല നിറങ്ങൾ നൽകുന്നത്? നമസ്കാരം. സൈ കേരളത്തിന്റെ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നഴ്സറി കുട്ടിയുടെ ചോദ്യമാവാം ആകാശത്തിനെന്താ നീല നിറം എന്ന്, അല്ലേ? അതിനുള്ള ശാസ്ത്രീയമായ ഉത്തരം എത്ര പേർക്കറിയാം? മനോഹരമാണ് അസ്തമയം. എന്നാൽ ഈ സമയത്ത് എന്തുകൊണ്ട് നീല നിറം മാറി മാനം ചുവക്കുന്നു എന്ന് അതിശയപ്പെടാറുണ്ടോ? അസ്തമിക്കുമ്പോൾ സൂര്യൻ ചുവപ്പ് നിറമാകുന്നത് എന്ത് മാജിക്കാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. തീർച്ച. ഈ വീഡിയോയിലൂടെ പ്രകാശവിസരണം എന്ന പ്രതിഭാസത്തെപ്പറ്റി അറിയുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണാവുന്ന നിരവധി ഉദാഹരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. കൂടാതെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ സയൻസ് ലാബിലോ ചെയ്യാവുന്ന ചില പരീക്ഷണങ്ങളും പരിചയപ്പെടാം. ആദ്യം നമുക്ക് പ്രകാശത്തെപ്പറ്റി കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കാം. പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഗാമ റേസ് മുതൽ റേഡിയോ വേവ്സ് വരെ അടങ്ങുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്ന ദൃശ്യപ്രകാശം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ 7 നിറങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ വർണ്ണങ്ങൾ എല്ലാം അടങ്ങിയ തരംഗത്തെ നമ്മൾ വെള്ളപ്രകാശമായി കാണും. തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് അടിസ്ഥാനപ്പെടുത്തിയാണ് വിവിധ നിറങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഒരു പൂർണ്ണ തരംഗത്തിന്റെ നീളമാണ് തരംഗദൈർഘ്യം. ഇതിനെ ലാംഡ എന്ന് രേഖപ്പെടുത്തുന്നു. ലാംഡ തരംഗത്തിന്റെ ഊർജവുമായി വിപരീതാനുപാതത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിവിധ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ തരംഗദൈർഘ്യം അടിസ്ഥാനപ്പെടുത്തി തരംതിരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അഥവാ വർണ്ണരാജി പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇടത്തുനിന്ന് വലത്തേക്ക് തരംഗദൈർഘ്യം കൂടുന്ന രീതിയിലാണ് ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ഗാമ റേസ് ആണ് ഏറ്റവും ഊർജം കൂടിയവ. പിന്നെ എക്സ്റേ, അൾട്രാവയലറ്റ്, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് എന്നിവ. ഏകദേശം 400 നാനോമീറ്റർ മുതൽ 750 നാനോമീറ്റർ വരെ തരംഗദൈർഘ്യമുള്ളവയാണ് വയലറ്റ് മുതൽ ചുവപ്പ് വരെയുള്ള ദൃശ്യപ്രകാശം. ഇതിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനും ഏറ്റവും കൂടുതൽ ചുവപ്പിനുമാണ്. ദൃശ്യപ്രകാശത്തെക്കാൾ ഊർജം കൂടിയ അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാറേ ഒക്കെ നമുക്ക് ദോഷകരമാണ്. നമ്മൾ വൈഫൈ, മൊബൈൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന തരംഗദൈർഘ്യം കൂടിയ മൈക്രോവേവ്, റേഡിയോ വേവ് തുടങ്ങിയ റേഡിയേഷൻസ് ഊർജം കുറഞ്ഞവയും നിർദോഷകരവുമാണ്. ഇപ്പോൾ നമ്മൾ പ്രകാശത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് നിറങ്ങളുടെ ഈ വിവിധ തരംഗദൈർഘ്യം എങ്ങനെ വിസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. പ്രകാശത്തിന് പാതയിലെ തടസ്സങ്ങളിൽ തട്ടി ദിശമാറ്റം സംഭവിക്കുന്നതാണ് വിസരണം അല്ലെങ്കിൽ ലൈറ്റ് സ്കാറ്ററിംഗ്. അന്തരീക്ഷത്തിൽ മറ്റും കാണപ്പെടുന്ന പൊടിപടലങ്ങളും മറ്റ് ചെറിയ കണങ്ങളും കാരണമുണ്ടാകുന്ന വിസരണമാണ് ഇന്നത്തെ വിഷയം. പ്രകാശത്തിലെ നിറങ്ങളുടെ തരംഗദൈർഘ്യം ലാംഡ കൂടാതെ വിസരണത്തെ സ്വാധീനിക്കുന്ന ഘടകം കണത്തിന്റെ വലിപ്പമാണ് അഥവാ പാർട്ടിക്കിൾ സൈസ്. ഇതെങ്ങനെ എന്ന് മനസ്സിലാക്കാനായി നമുക്ക് ലളിതമായ ഒരു മോഡൽ നോക്കാം. കണങ്ങളെ ഗോളങ്ങളായി കണക്കാക്കി അതിന്റെ അർദ്ധവ്യാസത്തെ റേഡിയസ് r എന്ന് രേഖപ്പെടുത്താം. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളികളിൽ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെക്കാൾ വലിപ്പം കുറഞ്ഞ കണങ്ങളാണ് ഉള്ളത്. തരംഗദൈർഘ്യം കൂടിയതിനാൽ ചുവപ്പ് പ്രകാശം ഇവയിൽ തട്ടി വിസരണം സംഭവിക്കാൻ സാധ്യത കുറവും തരംഗദൈർഘ്യം കുറഞ്ഞ നീലപ്രകാശത്തിന് വിസരണം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലുമാണ്. ഈ തരത്തിലുള്ള വിസരണത്തെ റെയ്ലി സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നു. r ലാംഡയേക്കാൾ വളരെ കുറവായിരിക്കുമ്പോൾ പ്രകാശവിസരണം സംഭവിക്കാനുള്ള സാധ്യത അഥവാ പ്രോബബിലിറ്റി r⁴ എന്ന അനുപാതത്തിലാണ്. അതായത് കണത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അതിൽ തട്ടി പ്രകാശവിസരണം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുന്നു. അതുപോലെ തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് പോലുള്ള പ്രകാശത്തിന് വിസരണം സംഭവിക്കാനുള്ള സാധ്യത കുറവുന്നു. ഇപ്പോൾ ആകാശത്തിന്റെ നീലിമയുടെ കാരണം മനസ്സിലായോ? അന്തരീക്ഷത്തിലുള്ള കണങ്ങളുടെ വലിപ്പം ലാംഡയെ അപേക്ഷിച്ച് വളരെ കുറവായതിനാൽ സൂര്യപ്രകാശത്തിന് റെയ്ലേ സ്കാറ്ററിംഗ് നടക്കുകയും തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, നീല എന്നിങ്ങനെയുള്ള നിറങ്ങൾക്ക് കൂടുതലായി വിസരണം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിന് നീല നിറം ലഭിക്കുന്നു. ഭൂമിയിൽ എത്തുന്ന സൂര്യവെളിച്ചം മഞ്ഞ കലർന്നതായി നമുക്ക് തോന്നുന്നത് അതിൽ നിന്നും ഇങ്ങനെ കുറച്ച് നീല നിറം നീക്കപ്പെട്ടതിനാലാണ്. എന്നാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിക്കാണും.
ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് വയലറ്റിനാണല്ലോ. അപ്പോൾ ആകാശം വയലറ്റ് ആയല്ലേ കാണേണ്ടത്? ഇതിനുള്ള ഉത്തരം ഈ 2 ഗ്രാഫുകൾ പറയും. ശരിയാണ്, നീലയേക്കാൾ കൂടുതൽ വിസരണം വയലറ്റിന് സംഭവിക്കുന്നു. എന്നാൽ സൂര്യപ്രകാശത്തിൽ എല്ലാ നിറങ്ങളുടെയും അളവ് ഒരുപോലെയല്ല. വയലറ്റിനേക്കാൾ കൂടുതലാണ് നീല നിറത്തിൻ്റെ അളവ്. അതോടൊപ്പം നമ്മുടെ കണ്ണുകൾക്ക് വയലറ്റ് നിറം തിരിച്ചറിയാനുള്ള കഴിവ് കുറവും നീല നിറം തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലുമാണ്. ഈ 2 കാരണങ്ങൾ ഒന്നിക്കുമ്പോൾ നമ്മൾ ആകാശത്തെ നീലയായി കാണും. ആകാശം നീല നിറമായതിൻ്റെ കാരണം മനസ്സിലാക്കി. എന്നാൽ ആകാശം എപ്പോഴും നീലയല്ലല്ലോ. സൂര്യോദയത്തിലും അസ്തമയത്തിലും മാനം ചുവക്കും. ഈ സമയം സൂര്യനും ചുവന്ന് മനോഹരമായിരിക്കും. എന്താണിതിന് കാരണം? ഭൂമിയും ചുറ്റുമുള്ള അന്തരീക്ഷവും ഗോളാകൃതിയിലാണല്ലോ. ഉച്ച സമയത്ത് സൂര്യപ്രകാശം ഭൂമിയുടെ പ്രതലത്തിലെത്താൻ അന്തരീക്ഷത്തിലൂടെ കുറച്ച് സഞ്ചരിച്ചാൽ മതി. അസ്തമയ സമയത്തും ഉദയസമയത്തും ഇതിനേക്കാൾ കൂടുതൽ സഞ്ചരിക്കണം. കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ കൂടുതൽ വിസരണവും നടക്കും. അങ്ങനെ നീല നിറമെല്ലാം ആദ്യം തന്നെ സൂര്യവെളിച്ചത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടും. പിന്നെ ബാക്കിയുള്ള ചുവപ്പ്, ഓറഞ്ച് എന്നിങ്ങനെയുള്ള നിറങ്ങളായിരിക്കും പ്രബലം. ഇവ ആകാശത്തിനും മേഘങ്ങൾക്കുമെല്ലാം ആ നിറം നൽകും. നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴേക്കും സൂര്യപ്രകാശം വീണ്ടും വിസരണം സംഭവിച്ച് കൂടുതൽ ചുവന്നതായി മാറുന്നു. അങ്ങനെ ആകാശത്തെ അപേക്ഷിച്ച് സൂര്യൻ കൂടുതൽ ചുവന്നതായി കാണുന്നു. പാർട്ടിക്കിൾ സൈസ് ലാംഡയേക്കാൾ കുറവാകുമ്പോഴാണല്ലോ റെയ്ലി സ്കാറ്ററിംഗ് സംഭവിക്കുന്നത്. പാർട്ടിക്കിൾ സൈസ് ഏകദേശം ലാംഡയുടെ ഒപ്പമാണെങ്കിലോ അപ്പോൾ മാധ്യമത്തിൻ്റെ സവിശേഷത അനുസരിച്ച് 2 രീതിയിൽ വിസരണം സംഭവിക്കാം. പ്രകാശം കടന്നു പോകുന്ന മാധ്യമം ഒരു കൊളോയിഡ് ആണെങ്കിൽ ടിൻഡൽ ഇഫക്റ്റ് എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണ് സംഭവിക്കുക. പാൽ, രക്തം ഒക്കെ കൊളോയിഡിന് ഉദാഹരണങ്ങളാണ്. ധാരാളം സൂക്ഷ്മകണങ്ങൾ ഒരു പദാർത്ഥത്തിൽ അലിഞ്ഞു ചേരാതെയും അടിഞ്ഞുകൂടാതെയും നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. കൊളോയിഡുകളിൽ റെയ്ലി സ്കാറ്ററിംഗിന് സമാനമായ 1/λ⁴ എന്ന രീതിയിലുള്ള വിസരണമാണ് കാണപ്പെടുന്നത്. ഇത് മനസ്സിലാക്കാനായി നമുക്ക് സിമ്പിളായൊരു പരീക്ഷണം ചെയ്താലോ? ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഇവിടെ 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ലേസർ പോയിൻ്റർ ഉണ്ട്. ഞാൻ ഈ ലേസർ ഈ വെള്ളത്തിലൂടെ അടിക്കാൻ പോവാണ്. ഇപ്പം നമുക്ക് കാണാം, ഈ ലേസറിൻ്റെ പാത്ത് വെള്ളത്തിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി ഞാൻ ഇതിലെ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം, പാൽ ഒരു കൊളോയിഡാണ്. ഇതിലുള്ള ഈ പാലിലുള്ള സൂക്ഷ്മകണങ്ങൾ വിസരണത്തിന് കാരണമാക്കുന്നു. ഇനി ഞാൻ ഈ ലേസർ വീണ്ടും ഇതിലൂടെ അടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, പാലൊഴിച്ച വെള്ളത്തിലൂടെയുള്ള ലേസറിൻ്റെ പാത്ത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നു. ഇതാണ് ടിൻഡൽ ഇഫക്റ്റ്. അതായത് ഇതിൽ അടങ്ങിയിരിക്കുന്ന പാലിൻ്റെ സൂക്ഷ്മകണങ്ങൾ പ്രകാശത്തെ വിസരണം ചെയ്യിച്ച് ഈ പ്രകാശത്തിൻ്റെ പാത നമുക്ക് കാട്ടിത്തരും. തരംഗദൈർഘ്യം അനുസരിച്ചുള്ള റെയ്ലി സ്കാറ്ററിംഗ്, ടിൻഡൽ ഇഫക്റ്റ് എന്നിവയ്ക്ക് നിത്യജീവിതത്തിൽ വേറെയും പ്രാധാന്യങ്ങളുണ്ട് കേട്ടോ. അപകടത്തെ സൂചിപ്പിക്കാൻ ചുവപ്പ് നിറം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതിന് വിസരണം സംഭവിക്കുന്നത് കുറവായതിനാൽ വളരെ ദൂരത്തു നിന്ന് പോലും കാണാൻ സാധിക്കും എന്നതിനാലാണ്. അതുപോലെ തന്നെ മൂടൽ മഞ്ഞുള്ളപ്പോൾ വണ്ടികളിൽ മഞ്ഞ വെളിച്ചം ഉപയോഗിക്കുന്നത് അതിന് ലാംഡ താരതമ്യേന കൂടുതലും അതിനാൽ വിസരണം കുറവായതിനാലുമാണ്. മഞ്ഞിൽ തട്ടി യെല്ലോ ലൈറ്റ് സ്കാറ്റർ ആവാത്തതിനാൽ റോഡ് നന്നായി കാണാൻ ഡ്രൈവർക്ക് സാധിക്കും. ചുവപ്പാണ് മഞ്ഞുള്ളപ്പോൾ ഏറ്റവും ഉത്തമം എങ്കിലും ചുവപ്പ് അപകടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമായതിനാൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് മഞ്ഞ ഉപയോഗിക്കുന്നത്. മഞ്ഞുള്ള രാജ്യങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റായി ഉപയോഗിക്കുന്നതും മഞ്ഞ വെളിച്ചമാണ്. ടിൻഡൽ ഇഫക്റ്റ് കൊളോയിഡൽ പദാർത്ഥങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രതിഭാസമാണ്. സാധാരണ പദാർത്ഥങ്ങളിൽ ലാംഡയുടെ ഒപ്പം വലിപ്പമുള്ള കണങ്ങൾ ഉള്ളപ്പോൾ സംഭവിക്കുന്ന വിസരണമാണ് മീ സ്കാറ്ററിംഗ്. ഇതിൻ്റെ സവിശേഷത എന്തെന്നാൽ ഇതിന് തരംഗദൈർഘ്യവുമായി ബന്ധമില്ല എന്നതാണ്. എല്ലാ നിറങ്ങളും ഒരുപോലെ വിസരണത്തിന് വിധേയമാകും. ഇതിനാൽ മീ സ്കാറ്ററിംഗ് വെള്ളപ്രകാശ വിസരണം എന്നും അറിയപ്പെടുന്നു. ആകാശം നീല നിറം ആയിരിക്കുമ്പോഴും മേഘങ്ങൾ വെള്ള നിറമായത് ഇതിനാലാണ്. പൊടിപടലങ്ങളും സാന്ദ്രീകരിച്ച നീരാവിയും ഒക്കെ ചേർന്നാണ് മേഘങ്ങൾ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള കണങ്ങളുടെ വലുപ്പം കൂടുതലാണ്. അതിനാൽ മേഘങ്ങളിൽ വരുന്ന പ്രകാശത്തിലെ നിറങ്ങൾക്ക് ഒരുപോലെ വിസരണം സംഭവിക്കുന്നു. മേഘം വെള്ള നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. സമയം കഴിയുന്നതിനനുസരിച്ച് ഈ മേഘങ്ങളുടെ സാന്ദ്രതയും കനവും കൂടി വരികയും അങ്ങനെ പ്രകാശത്തെ കടത്തിവിടാൻ പറ്റാതെ വരികയും ഈ സന്ദർഭത്തിൽ കറുത്തിരുണ്ട കാർമേഘമായി മാറുകയും ചെയ്യപ്പെടും. ലൈറ്റ് സ്കാറ്ററിങ്ങിൻ്റെ തിയറി എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയാലോ? ഈ എക്സ്പെരിമെൻ്റ് നമുക്ക് വേണ്ടി കാണിക്കുന്നത് നമ്മുടെ സയൻറ്റിസ്റ്റ് വടുവാണ്.
അതിനായി നമുക്ക് സയൻറ്റിസ്റ്റ് വടുവിൻ്റെ പരീക്ഷണശാലയിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, സൈ കേരളത്തിൻ്റെ ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മനസ്സിലാക്കിയ പോലെ റേലേ സ്കാറ്ററിങ്ങിലും ടിൻഡൽ എഫക്റ്റിലും നിറങ്ങൾ സ്കാറ്റർ ആവാനുള്ള സാധ്യത 1/λ⁴ എന്ന രീതിയിലാണല്ലോ. പാർട്ടിക്കിൾ സൈസ് കൂടുതലായതിനാൽ ടിൻഡൽ എഫക്റ്റിൽ വിസരണത്തിൻ്റെ തീവ്രത കൂടുതലാണ്. അതിനാൽ നമുക്ക് ടിൻഡൽ എഫക്റ്റ് ഉപയോഗിച്ച് പരീക്ഷണം നടത്തി റേലേ സ്കാറ്ററിംഗ് പ്രതിഭാസങ്ങളെക്കുറിച്ചും പഠിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തി നോക്കിയാലോ. ഈ പരീക്ഷണത്തിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്രൈറ്റ് ലൈറ്റ് സോഴ്സ്, ഒരു ടെംബ്ലറിൽ കുറച്ച് വെള്ളം, അതിനുശേഷം ഒരു സ്ക്രീൻ. ഇവിടുന്ന് ലൈറ്റ് ഈ ടെംബ്ലറിലെ വെള്ളത്തിലൂടെ കടന്ന് ഈ സ്ക്രീനിൽ വന്ന് പതിക്കും ആദ്യം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പാലെടുക്കുന്നു. പാലെന്ന് പറയുന്ന ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്. ഈ പാല് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ലൈറ്റിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാം. കൂടുതൽ വ്യക്തമായി കാണാനായി ഈ ലാബിലെ വെട്ടം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാമല്ലോ, ഈ സ്ക്രീനിലെ വെളിച്ചം വെള്ളയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കുകയാണ്. സ്ക്രീനിലെ വെളിച്ചത്തിന് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് നോക്കാം. ഇപ്പോൾ കാണാം, വെള്ള കളർ മാറി മഞ്ഞ കളർന്ന വെളിച്ചമാണ് സ്ക്രീനിൽ പതിക്കുന്നത്. വെള്ള വെളിച്ചം പാലും വെള്ളവും കലർന്ന ഈ മിശ്രിതത്തിലൂടെ കടന്നു പോകുമ്പോൾ 1/λ⁴ എന്ന രീതിയിലുള്ള വിസരണം സംഭവിക്കുകയും നീല നിറം കൂടുതലായി സ്കാറ്റർ ആവുകയും ചെയ്യുന്നത് കൊണ്ടാണിത്. കൂടുതൽ പാലൊഴിക്കുമ്പോൾ കൂടുതൽ വിസരണം നടക്കുകയും ഈ എഫക്റ്റ് കൂടുതൽ നന്നായി കാണുകയും ചെയ്യാം. ഈ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സ്പെരിമെൻറ്റിൽ നമ്മൾ റേലേ സ്കാറ്ററിങ്ങും മീ സ്കാറ്ററിങ്ങും ഒരുമിച്ച് ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. ബീച്ചുകളിലൊക്കെ പോയിട്ട് നമ്മൾ സൺസെറ്റ് കാണാറില്ലേ? അവിടെ സൂര്യൻ്റെ വെളിച്ചം വെള്ളയിൽ നിന്നും ഓറഞ്ചിലേക്കും പിന്നീട് കടും ചുമപ്പിലേക്കും മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇത് നമുക്കൊരു ലബോറട്ടറി അന്തരീക്ഷത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ കുറച്ച് ലബോറട്ടറി കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലബോറട്ടറി കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരു ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ എക്സ്പെരിമെൻറ്റ് നടത്താൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, ഒരു ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്, കണ്ണട വയ്ക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കണം. കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിൻ്റെ അതേ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഈ പരീക്ഷണത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ഈ ടംബ്ലറിലെ വെള്ളത്തിൽ ഞാൻ സോഡിയം തയോസൾഫൈറ്റ് എന്ന രാസപദാർത്ഥം കലക്കിയിട്ടുണ്ട്. ഈ സോഡിയം തയോസൾഫൈറ്റിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഞാൻ ആഡ് ചെയ്യും. മുൻപത്തെ പോലെ തന്നെ ലാബിലെ വെളിച്ചം ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ലായനിയിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണ്. സ്ക്രീനിലെ വെളിച്ചത്തിൻ്റെ നിറവും ഈ ടംബ്ലറിൽ നിന്ന് സ്കാറ്ററായി വരുന്ന വെളിച്ചത്തിൻ്റെ നിറവും ശ്രദ്ധിക്കുക. ഇപ്പോൾ ടംബ്ലറിൽ വിസരണമില്ലാത്തതിനാൽ അത് ക്ലിയറും സ്ക്രീനിലെ വെളിച്ചം വെള്ളയുമാണ്. ഈ സൾഫ്യൂരിക് ആസിഡ് സോഡിയം തയോസൾഫേറ്റുമായി രാസപ്രവർത്തനം നടന്ന് സോഡിയം സൾഫേറ്റ്, സൾഫർ എന്നിങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ആദ്യം വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ മുമ്പ് പഠിച്ചു, പാർട്ടിക്കിൾ സൈസ് വളരെ കുറവാകുമ്പോൾ റേലേ സ്കാറ്ററിംഗ് ആണ് നടക്കുക. റേലേ സ്കാറ്ററിംഗ് ആണെങ്കിൽ നീല കൂടുതലായി സ്കാറ്റർ ആവും അല്ലേ? ഇനി നോക്കൂ, ടെംബ്ലറിൽ നിന്ന് നീല കലർന്ന വെളിച്ചം വരുന്നത് കാണുന്നില്ലേ? സ്ക്രീനിൽ വെള്ള വെളിച്ചം മാറി ചെറുതായി മഞ്ഞ നിറമാവുകയും ചെയ്തു. പകൽ സമയത്തെ ആകാശ നീലിമയും സൂര്യൻ്റെ മഞ്ഞ നിറവും വരുന്നതിൻ്റെ കാരണം ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ടെംബ്ലറിൽ രാസപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസ് സൈസ് വർദ്ധിക്കുന്നു. അങ്ങനെ റീലേ സ്കാറ്ററിംഗ് മാറി മീ സ്കാറ്ററിംഗിലേക്ക് കടക്കുന്നു. നമുക്കറിയാം, മീ സ്കാറ്ററിംഗിൽ വെള്ള വെളിച്ചത്തിലെ എല്ലാ നിറങ്ങളും ഒരേപോലെ സ്കാറ്റർ ആവും. ഇപ്പോൾ ടംബ്ലർ നോക്കൂ, നീല വെളിച്ചം മാറി വെള്ളയായി വരുന്നു. കൂടുതൽ വിസരണം സംഭവിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സൂര്യൻ കളർ മാറുന്നതും ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് ലാബിലുണ്ടാക്കിയ ഈ മനോഹരമായ സൂര്യാസ്തമയം ആസ്വദിക്കാം. നമ്മുടെ ലാബിലെ സയന്റിസ്റ്റിന്റെ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പ്രകാശവിസരണം എന്തെന്ന് മനസ്സിലാക്കുകയും അതുമൂലം എങ്ങനെ ആകാശത്തിനും മേഘങ്ങൾക്കും സൂര്യനും ഒക്കെ വിവിധ നിറങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു.
പക്ഷേ എല്ലാ പദാർത്ഥങ്ങൾക്കും നിറം കിട്ടുന്നത് വിസരണം കൊണ്ടല്ല കേട്ടോ. കൂടുതലും പ്രകാശത്തിലെ ചില നിറങ്ങൾ അബ്സോർബ് അഥവാ ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ് വസ്തുക്കൾക്ക് നിറങ്ങൾ ലഭിക്കുന്നത്. അതേപ്പറ്റി കൂടുതലായി മറ്റൊരു വീഡിയോയിൽ അറിയാം. ഇത് ഞങ്ങൾ സൈക്കേരളം ടീമിൻ്റെ ആദ്യ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബ്ലോഗായ cykerlam.com സന്ദർശിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടുതൽ ഫ്രണ്ട്സിലോട്ട് ഈ ചാനലിനെ എത്തിക്കുക. ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തും വരെയും ടീം സൈക്കേരളം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.